ഒരു കലാകാരന് അപ്പുറം കൂടപ്പിറപ്പിനെ നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ് ചാലക്കുടി നിവാസികൾ. അദ്ദേഹത്തിന്റെ മൃതദേഹം സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നും ആയിരങ്ങളാണ് മണിക്ക് ആദരാഞ്ജലി അർപ്പിക്കാനായി എത്തിയത്. വൈകിട്ട് 5 മണിക്കാണ് കലാഭവൻ മണിയുടെ മൃതദേഹം സംസ്കരിക്കുക. വിവരങ്ങളുമായി ഡാനി പോൾ ചേർന്നുണ്ട്. ഡാനി, ഇപ്പോൾ മൃതദേഹം എവിടെയാണ് പൊതുദർശനത്തിന് വെച്ചിട്ടുള്ളത്? മറ്റു വിവരങ്ങൾ. ഇന്നലെ അന്തരിച്ച കലാഭവൻ മണിയുടെ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കലാമേഖലയിൽ നിന്നും ഉള്ള ആളുകളെ കൂടാതെ സാധാരണക്കാരായ ജനങ്ങൾ, പ്രത്യേകിച്ച് ചാലക്കുടി നിവാസികൾ, അവരുടെ പ്രിയപ്പെട്ട മണിയെ ഒന്ന് അവസാനമായി കാണാനായി, മണിക്ക് അന്ത്യോപചാരം അർപ്പിക്കാനായി അവിടെ തടിച്ചുകൂടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് കലാഭവൻ മണിയുടെ അന്ത്യം സംഭവിച്ചത്. കരൾ രോഗത്തെ തുടർന്ന് അദ്ദേഹം അബോധാവസ്ഥയിലായ അദ്ദേഹത്തെ 2 ദിവസം മുമ്പാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന പ്രാഥമിക വിവരങ്ങൾ എന്ന് പറയുന്നത് ഗുരുതരമായ കരൾ രോഗത്തിന് അന്മയായിരുന്നു അദ്ദേഹം. കരൾ രോഗം ഗുരുതരമായിരുന്നു. അതിനുള്ള മരുന്നുകളും കഴിച്ചിരുന്നു. നേരത്തെ ഔട്ട് ഹൗസിൽ നിന്നും ഇതിൻ്റെ മരുന്നുകൾ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു പോലീസ്. മെഥനോളിൻ്റെ അംശം അത് നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അസ്വാഭാവിക മരണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. എന്നാൽ ഇത്തരം രാസവസ്തുക്കളുടെ സാന്നിധ്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം പുറത്തു വന്ന ശേഷം മാത്രമേ അറിയാനാകുകയുള്ളൂ. ആന്തരിക അവയവങ്ങൾ കാക്കനാട് ലാബിൽ രാസപരിശോധനയ്ക്കായി നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് കൂടി വന്ന ശേഷമായിരിക്കും മെഥനോളിൻ്റെ സാന്നിധ്യം സംബന്ധിച്ച് അതാണോ മരണകാരണമായിട്ടുള്ളത് എന്നത് സംബന്ധിച്ചൊക്കെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുക. ഏതായാലും നിലവിൽ അസ്വാഭാവിക മരണം എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടി പുറത്തു വരുമ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു കൃത്യത വന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. ഗുരുതരമായ കരൾ രോഗം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. മരുന്ന് കഴിച്ചിരുന്നു. ഒരു പക്ഷേ ഈ രാസവസ്തുക്കളുടെ സാന്നിധ്യം മരുന്നുകളിൽ നിന്നാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല ഡോക്ടർമാർ. ഏതായാലും രാസപരിശോധനാ ഫലം വന്നതിന് ശേഷമായിരിക്കും ഇത്തരം കൃത്യമായ വിവരങ്ങൾ പുറത്തു വരിക. ഇന്നലെ രാത്രിയാണ് കലാഭവൻ മണി അന്തരിച്ചത്. 45 വയസ്സായിരുന്നു. കലാലോകത്തിന് മാത്രമല്ല മലയാളിക്കാകെ തീരാ നഷ്ടമാണ് കലാഭവൻ മണിയുടെ വിയോഗത്തോടുകൂടി ഉണ്ടായിരിക്കുന്നത്. 45 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഭാര്യയും ഒരു മകളുമാണ് ഉള്ളത്. കണ്ണീരോടെയാണ് കലാകേരളം കലാഭവൻ മണിക്ക് വിട നൽകുന്നത്. ആയിരങ്ങളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിട്ടുള്ള ചാലക്കുടിയിലായാലും നേരത്തെ സംഗീത നാടക അക്കാദമി ഹാളിലായാലും ഒക്കെ തന്നെ ആയിരങ്ങളാണ് അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണാനായി എത്തിച്ചേർന്നിരിക്കുന്നത്. കരൾ രോഗബാധയെ തുടർന്നാണ് അദ്ദേഹത്തെ 2 ദിവസം മുൻപ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അബോധാവസ്ഥയിൽ ആയിരുന്നു അദ്ദേഹം. വീടിന് സമീപത്തുള്ള ഔട്ട് ഹൗസിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു. അവിടെയും ചില സംശയങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ഈ ഔട്ട് ഹൗസ് നേരത്തെ തന്നെ സീൽ ചെയ്തിരുന്നു. അവിടെ ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡുമൊക്കെ പരിശോധിച്ചിരുന്നു. മരണത്തിലെ ദുരൂഹതയെക്കുറിച്ച് പോലീസിൻ്റെ പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത്. മെഥനോൾ അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ കണ്ടെത്തിയതായി ഡോക്ടർമാർ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു അന്വേഷണം നടന്നത്. തൃശൂർ റൂറൽ പോലീസ് SP K കാർത്തിക്കിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ശനിയാഴ്ചയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതിനു മുൻപ് മദ്യപിച്ചിരുന്നതായി പോലീസിന് മൊഴി നൽകിയിരുന്നു. വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് കലാഭവൻ മണിയുടെ മൃതദേഹം സംസ്കരിക്കുക.